ദൈവത്തിന് മനുഷ്യരെ അളക്കാൻ രണ്ട് അളവുകോലുകളാണുള്ളത്: കാരുണ്യം, നീതി. നമ്മൾ ഇതിൽ ഏത് അളവുകോലാണോ നമ്മുടെ സഹോദരരോട് ഉപയോഗിക്കുന്നത്, അതേ അളവുകോലായിരിക്കും ദൈവം നമ്മെ വിധിക്കുവാനും പ്രയോജനപ്പെടുത്തുക. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗങ്ങളാണ്. നീതിബോധത്തോടെ ജീവിക്കുന്നവർ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ് എന്ന ചിന്ത മുഖ്യധാരയിലായിരുന്ന കാലത്ത് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. നീതിബോധം എന്നത് മറ്റുള്ളവരെ വിധിക്കുന്നതിൽ പ്രകടിപ്പിക്കുവാനുള്ളതല്ല, മറിച്ച് കരുണയോടെയുള്ള കരുതലാണ് നീതിബോധം. നന്മ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നതും തിന്മ പ്രവർത്തിക്കുന്നവരെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതുമാണ് നീതിബോധം. പാപിണിയായ സ്ത്രീയെ ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ ചിലർ നീതിരഹിതയായി വിധിക്കുകയാണ്. എന്തിന് ഇത്രയും വിലപിടിപ്പുള്ള തൈലം പാഴാക്കുന്നു? ക്രിസ്തുനാഥൻ മറുപടി നൽകുന്നുണ്ട്: ഇവൾ ചെയ്ത ഈ നന്മ പ്രവൃത്തി എക്കാലവും ഓർമ്മിക്കപ്പെടും. ഇതാണ് നീതിബോധത്തോടു കൂടെയുള്ള വിധി. നമ്മുടെ സഹോദരരെ കുറിച്ച് അവരുടെ തിന്മകൾ നാം ചിന്തിക്കുമ്പോൾ, അവരുടെ കുറവുകൾ നാം കൊട്ടിഘോഷിക്കുമ്പോൾ, അവരുടെ അപരാധങ്ങൾ മറ്റുള്ളവരെ നാം അറിയിക്കുമ്പോൾ, വിധിക്കരുത് എന്ന ക്രിസ്തുവിൻ്റെ കൽപ്പന നാം ലംഘിക്കുകയാണ്. മറ്റുള്ളവരെ നാം വിധിക്കുന്ന അതേ അളവുകോൽ വെച്ച് തന്നെയാണ് നമ്മളും വിധിക്കപ്പെടുന്നത് എന്നുള്ള അവബോധം ഉദാരമായ സ്നേഹവും നന്മയും കരുണയും ക്ഷമയുമുള്ളവരാകാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. കാപട്യം നിറഞ്ഞ മനുഷ്യർ അവരുടെ തിന്മ ഉള്ളിലൊതുക്കുകയും മറ്റുള്ളവരുടെ കുറവ് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യാറുണ്ട്. ചില വ്യക്തികൾ പല കോടി രൂപ പല വ്യക്തികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പയായി മേടിച്ച് തിരികെ അടയ്ക്കാത്ത നമ്മുടെ രാജ്യത്താണ് വിശപ്പ് സഹിക്കാനാവാതെ ഒരു പാവപ്പെട്ട ആദിവാസി സഹോദരൻ ഒരു പിടി അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമേറ്റ് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സഭാമാതാവോടൊന്നു ചേർന്ന് 3 വിശുദ്ധരുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ 3 വിശുദ്ധരും വിധിയെക്കുറിച്ച് നാം എപ്രകാരമാണ് മറ്റുള്ളവരെ വിധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിധി ദൈവത്തിൻ്റെതാണ്. വിധിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന് വിശുദ്ധ തോമസ് മോർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി ഒരു മനുഷ്യനെ വിധിക്കേണ്ടത് ദൈവമാണ്. എങ്കിലും യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ജോൺ ഫിഷർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയെയും യഥാർത്ഥത്തിൽ വിധിക്കേണ്ടത് അവനവനെ തന്നെയാണ്. ഈ വിധിയാണ് ജീവിതത്തിൽ കൂടുതൽ ശ്രേഷ്ഠത നൽകുന്നതെന്ന് നോളയിലെ വിശുദ്ധ പൗളീനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം. കാപട്യത്തോടെ മറ്റുള്ളവരെ വിധിക്കാതെ കരുണയോടെ നാം മറ്റുള്ളവരെ വിധിക്കുവാനും കരുണയോടെ നമ്മൾ വിധിക്കപ്പെടുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.